നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സുഖപ്രദായകനായ ദേവഗുരു വ്യാഴം തന്റെ രാശിമാറ്റത്തിന് ഒരുങ്ങുകയാണ്. മിഥുന രാശിയിലെ സഞ്ചാരം അവസാനിപ്പിച്ച് 2026 ജൂൺ മാസത്തോടെ വ്യാഴം കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കന്നിക്കൂറുകാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്രയും വലിയ ഭാഗ്യങ്ങൾ തരുന്ന ഒന്നാണ്. കാരണം വ്യാഴം നിങ്ങളുടെ രാശിയുടെ 11ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ജ്യോതിഷത്തിൽ 11ാം ഭാവം എന്നാൽ ലാഭസ്ഥാനം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സ്ഥാനമാണ്. അവിടെ വ്യാഴം സ്വന്തം ഉച്ചരാശിയിൽ വന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സുവർണകാലം ആരംഭിക്കുകയായി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഒടുവിൽ ഒരു ശാശ്വത പരിഹാരം വരാൻ പോകുന്നു. വ്യാഴം 11ാം ഭാവത്തിൽ സ്വന്തം ഉച്ചരാശിയായ കർക്കടകത്തിൽ വന്നു നിൽക്കുമ്പോൾ കന്നിരാശിക്കാർക്കുണ്ടാകാൻ പോകുന്ന പൊതുവായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ജ്യോതിഷത്തിൽ 11ാം ഭാവം എന്നാൽ സർവാഭീഷ്ട സിദ്ധിയുടെയും ലാഭങ്ങളുടെയും സ്ഥാനമാണ്. കരിയറും ബിസിനസ്സും ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ജോലിയിൽ കടുത്ത അവഗണനയോ തഴയപ്പെടലോ അനുഭവിച്ചിരുന്നവർക്ക് ഇനി അർഹിച്ച അംഗീകാരവും സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും തേടിവരും. ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ വഴി വലിയ ലാഭമുണ്ടാക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന വലിയ പ്രോജക്റ്റുകൾ വീണ്ടും പുനരാരംഭിക്കാൻ ഈ കാലയളവ് സഹായിക്കും. സാമ്പത്തിക സ്ഥിതി. കന്നിരാശിക്കാരുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഈ വ്യാഴമാറ്റത്തോടെ ഒരു ശാശ്വത പരിഹാരമാകും. പല വഴിക്ക് കുടുങ്ങിക്കിടന്ന പണം, ലോണുകൾ, ഇൻഷുറൻസ് തുകകൾ എന്നിവ അപ്രതീക്ഷിതമായി കൈകളിൽ വന്നു ചേരും. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടാൻ സാധിക്കുന്നതുവഴി വലിയൊരു മാനസികാശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ചിട്ടയായ നിക്ഷേപങ്ങളിലൂടെ ഭാവിയിലേക്കുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. കുടുംബവും ദാമ്പത്യവും. കുടുംബത്തിൽ ദീർഘനാളുകളായി നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും തർക്കങ്ങളും മാറി സമാധാന അന്തരീക്ഷം കൈവരും. അവിവാഹിതരായ ആളുകൾക്ക് വളരെ അനുയോജ്യമായ വിവാഹാലോചനകൾ വരാനും മംഗളകർമ്മങ്ങൾ നടക്കാനും യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ഉണ്ടായിരുന്ന അകൽച്ച മാറി സ്നേഹവും പരസ്പര വിശ്വാസവും വർദ്ധിക്കും. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ ഉച്ചവ്യാഴകാലത്ത് അതിനുള്ള ഭാഗ്യം തെളിയും. ആരോഗ്യം. മാനസികമായ സമ്മർദ്ദങ്ങളും അനാവശ്യ ചിന്തകളും ഒഴിഞ്ഞുമാറുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വിട്ടുമാറാത്ത പഴയകാല രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായ ആശ്വാസം ലഭിക്കും. എങ്കിലും വ്യാഴത്തിന്റെ സ്വാധീനം മൂലം ശരീരഭാരം കൂടാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിലും വ്യായാമത്തിലും ചെറിയൊരു ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. ഈ 11ാം ഭാവത്തിലെ ഉച്ചവ്യാഴം ഓരോ നക്ഷത്രക്കാരെയും വ്യക്തിപരമായി എങ്ങനെയൊക്കെ സ്വാധീനിക്കും? സാമ്പത്തികം, കരിയർ, കുടുംബം, ആരോഗ്യം എന്നിവയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഇതിന്റെ ഗുണങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ ചെയ്യേണ്ട പ്രത്യേക പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. ഉത്തരം നക്ഷത്രം അവസാന മുക്കാൽ ഭാഗത്തിന്റെ ഫലങ്ങൾ. സൂര്യന്റെ നക്ഷത്രമായ ഉത്തരത്തിന്റെ അവസാന മുക്കാൽ ഭാഗം വരുന്നവർക്ക് തൊഴിൽപരമായി ഏറ്റവും മികച്ച സമയമാണ്. മുടങ്ങിക്കിടന്ന പ്രൊമോഷനുകൾ ലഭിക്കും. ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് അർഹിച്ച അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ തേടിവരും. പ്രത്യേക പരിഹാരം. ഉത്തരം നക്ഷത്രക്കാർ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാര കഴിക്കുന്നത് ഉത്തമമാണ്. ദിവസവും രാവിലെ സൂര്യഭഗവാനെ വണങ്ങി ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് തൊഴിൽപരമായ നേട്ടങ്ങൾ ഇരട്ടിയാക്കും. അത്തം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ. ചന്ദ്രന്റെ നക്ഷത്രമായ അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ മുന്നേറ്റമുണ്ടാകും. കടബാധ്യതകളെല്ലാം വീട്ടാൻ സാധിക്കും. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ലാഭകരമായി മാറും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചുകിട്ടും. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ്. പ്രത്യേക പരിഹാരം. അത്തം നക്ഷത്രക്കാർ തിങ്കളാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഏറ്റവും മികച്ച ഫലം നൽകും. തിങ്കളാഴ്ചകളിൽ സാധുക്കൾക്ക് പാൽ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ഭക്ഷണമോ ദാനം ചെയ്യുക. ചിത്തിര നക്ഷത്രം ആദ്യ പകുതിയുടെ ഫലങ്ങൾ. ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിര നക്ഷത്രക്കാർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് വലിയ ലാഭമുണ്ടാകും. സ്വന്തമായി വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അത് സാധിച്ചെടുക്കാം. മുൻകോപവും എടുത്തുചാട്ടവും കുറയുന്നത് മൂലം സുഹൃത്തുക്കളുമായുള്ള ബന്ധം ദൃഢമാകും. പുതിയ തൊഴിലവസരങ്ങൾ തേടിവരും. പ്രത്യേക പരിഹാരം. ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം വഴിപാടായി നൽകുകയോ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയോ ചെയ്യുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ ഇല്ലാതാക്കും. ചുരുക്കത്തിൽ കന്നിരാശിക്കാർക്ക് 11ാം ഭാവത്തിലെ ഈ ഉച്ചവ്യാഴം ജീവിതം മാറ്റിമറിക്കുന്ന വലിയൊരു ഭാഗ്യോദയമാണ് നൽകുന്നത്.
കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് സർവൈശ്വര്യങ്ങളും വന്നുചേരുന്ന ഈ അനുകൂല സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയോ ശിവനെയോ ഭജിക്കുന്നത് ഈ ഗുണഫലങ്ങൾ ഇരട്ടിയാക്കാൻ സഹായിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കന്നി രാശിയിലുള്ള നിങ്ങളുടെ നക്ഷത്രം ഉത്രമാണോ, അത്തമാണോ, അതോ ചിത്തിരയാണോ എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഒപ്പം ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ കൂടി പങ്കുവച്ചാൽ വരും വീഡിയോകളിൽ അതിനുള്ള പരിഹാരങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കൃത്യതയാർന്ന ജ്യോതിഷ വിവരങ്ങൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് രാശിചക്രത്തിലെ അടുത്ത രാശിയായ തുലാം രാശിയുടെ വ്യാഴമാറ്റ അത്ഭുത ഫലങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു കാലഘട്ടം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.